മധുരൈ സ്പെഷ്യലായിട്ടുള്ള തണ്ണി ചട്നി തയ്യാറാക്കി നോക്കിയാലോ. ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ആ സവാളയുടെ കളറൊന്നും മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയാണ്. പൊട്ടുകടലയുടെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മിനുസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം മിക്സ് ചെയ്തിട്ട് ഇത് നല്ല ലൂസ് ആക്കിയിട്ട് എടുക്കണം. നല്ല വെള്ളം പോലത്തെ ഒരു ചട്നിയാണ് കേട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. ഇനി ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും ഒന്ന് ആദ്യം വറുത്തെടുക്കണം. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചട്നിയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഇത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയാം.